എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ഡിപ്പെൻഡൻസി അപ്രോച്ചിനെ പറ്റിയാണ്. ഇതിനു മുമ്പ് ഡിപ്പെൻഡൻസി തിയറി എന്താണ് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏതാണ്ട് അതിനോട് വളരെയധികം സാമ്യത ഉള്ള ഒന്നാണ് ഡിപ്പെൻഡൻസി അപ്രോച്ച് എന്ന് പറയുന്നതിന്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആശ്രയത്വം എന്നാണ്. അപ്പോൾ ഏതാണ്ട് 1950കളിൽ പോൾ പ്രബിഷാണ് ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. ഇത് ഡിപ്പെൻഡൻസി തിയറിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കായുള്ള യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ്റെ, അതായത് UNOയുടെ ഇക്കണോമിക് കമ്മീഷൻ്റെ ഡയറക്ടറായിരുന്ന പോൾ പ്രബിഷ് 1950കളിലാണ് ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് എന്ന സിദ്ധാന്തം രൂപപ്പെടുത്തിയത് തന്നെ. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം തന്നെ ആശ്രയത്വം എന്നാണ്. ഇപ്പോൾ ഡിപ്പെൻഡൻസി അപ്രോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ മൂന്നാം കിട ലോക രാജ്യങ്ങളിലാണ് ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് അഥവാ പരസ്പര ആശ്രയത്വം നിലനിൽക്കുന്നതിന്. നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് കാണുവാൻ സാധിക്കുന്നത് മൂന്നാം കിട ലോക രാജ്യങ്ങളിലാണ്. അപ്പോൾ ഇതിലെന്താണ് മെയിനായിട്ട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ചില രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനം, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്നത് മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതായത് മറ്റ് രാജ്യങ്ങളിലെ സാങ്കേതിക വിദ്യയും അതായത് ടെക്നോളജിയും, അതുപോലെ തന്നെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ഇത്തരം രാജ്യങ്ങളിലെ ഇക്കണോമിക് ഗ്രോത്ത് നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നെല്ലാം ധാരാളം അസംസ്കൃത വസ്തുക്കളും എല്ലാം തന്നെ സാമ്രാജ്യത്വ ശക്തികൾ അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയതായിട്ട് നമുക്ക് ഹിസ്റ്ററി നോക്കിയാൽ കാണാവുന്നതാണ്. ഇതിലെന്താണ് പറയുന്നത് ചോദിച്ചാൽ, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് യൂറോപ്പിലേക്കും മറ്റ് വികസിത രാഷ്ട്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ദരിദ്ര രാജ്യങ്ങളുടെ ചിലവിൽ സമ്പന്ന രാജ്യങ്ങൾ കൂടുതൽ സമ്പന്നമായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദരിദ്ര രാജ്യങ്ങളിൽ നിന്നും റോ മെറ്റീരിയൽസ് ശേഖരിക്കുന്നു, അവരവരുടെ രാജ്യത്ത് പോയിട്ട് അത് മെറ്റീരിയലാക്കി തിരിച്ച് ഈ ദരിദ്ര രാജ്യങ്ങളിൽ തന്നെ വിൽക്കുന്നു. അതായത് നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണ്, ബ്രിട്ടീഷേഴ്സ് ഇവിടുന്ന് ടിമ്പറായിട്ടും അതുപോലെ തന്നെ നീലമായിട്ടൊക്കെ ധാരാളം വസ്തുക്കൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീലത്തിൻ്റെ കൃഷി തന്നെ ചെയ്യണമെന്നും എന്നൊക്കെയുള്ള ഒരു നിയമം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബ്രിട്ടീഷേഴ്സ് അത് വാങ്ങും, അവരുടെ രാജ്യത്ത് പോയിട്ട് അത് ക്ലോത്താക്കി അവർ റിട്ടേൺ തന്നെ ഇങ്ങോട്ടേക്ക് കപ്പൽ മാർഗം വന്ന് ഇന്ത്യയിലേക്ക് തന്നെ അവർ കച്ചവടം നടത്തും. അങ്ങനെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ ചിലവിൽ സമ്പന്ന രാഷ്ട്രങ്ങൾ സമ്പന്നമായിക്കൊണ്ടേയിരിക്കുകയും ദരിദ്ര രാഷ്ട്രങ്ങൾ കൂടുതൽ ദരിദ്രമായി കൊണ്ടേയിരിക്കുകയും ചെയ്യും. അപ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ അസംസ്കൃത വസ്തുക്കൾ യൂറോപ്പിലേക്കും മറ്റ് വികസിത രാഷ്ട്രങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഈ ദരിദ്ര രാജ്യങ്ങളുടെ ചിലവിൽ സമ്പന്ന രാജ്യങ്ങൾ ഒന്നും കൂടി സമ്പന്നമായിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ പ്രോസസ്സ് നടന്നുകൊണ്ടേ ഇരിക്കുന്നതിലൂടെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ദരിദ്ര രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളുടെ നിരന്തരമായ ഡിപ്പെൻഡൻസിക്ക് അഥവാ ആശ്രയത്വത്തിന് വിധേയരാകുന്നു. അതായത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരുടെ അസംസ്കൃത വസ്തുക്കളുടെയും അതായത് റോ മെറ്റീരിയൽസിൻ്റെയും അതുപോലെ തന്നെ കാർഷിക വിഭവങ്ങളുടെയും കയറ്റുമതിയെയാണ് അവർ പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് കൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് എല്ലാ വിഭവങ്ങളുടെയും വികസനത്തിൻ്റെ അടിസ്ഥാനം അന്തർദേശീയ മൂലധനവും വ്യാപാര, സാമ്പത്തിക, വ്യവസായ മേഖലകളുടെ സമാഹരണവുമാണ്. ഈ കാഴ്ചപ്പാടാണ് ഈ വീക്ഷണം അഭിപ്രായപ്പെടുന്നത്. ഇതൊക്കെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അവരുടെ അസംസ്കൃത വസ്തുക്കളുടെയും കാർഷിക വിഭവങ്ങളുടെയും കയറ്റുമതിയെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഭവങ്ങളുടെയും വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന് അന്തർദേശീയ മൂലധനവും വ്യാപാര, സാമ്പത്തിക, വ്യാവസായിക മേഖലകളുടെ സഹകരണവുമാണെന്ന ഒരു വീക്ഷണമാണ് ഈ ഡിപ്പെൻഡൻസി അപ്രോച്ച് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഡിപ്പെൻഡൻസി അപ്രോച്ചിനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാകുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.